ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ അക്വേറിയം കണ്ടില്ലേ, ബാക്കിലുള്ള അക്വേറിയം നമ്മൾ ഇന്ന് വൃത്തിയാക്കാൻ പോവുകയാണ്. കാടും പടലവും പിടിച്ച് കിടക്കുന്ന നമ്മുടെ അക്വേറിയത്തെ നമ്മൾ തിരിച്ചെടുക്കും. അപ്പോൾ ഇതിലുള്ള നമ്മുടെ സാൻഡ് വാട്ടർഫോളൊക്കെ നാമാവശേഷം എന്ന് പറയാം, അതിലൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മൊത്തത്തിൽ എല്ലാം മാറ്റി നമുക്കൊരു പുതിയ ലോകം ഈ പ്ലാറ്റിക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നിലവിലുള്ള അക്വേറിയം. അപ്പോൾ ഇതിപ്പോൾ ആകെ കണ്ടില്ല, ആകെ ഈ പുല്ല് പോലെയുള്ള ഈ സാധനം ഒന്ന് പിടിച്ചിട്ട് ഇത് എന്തോ തരം ഒരു മോസാണ്. ജാവാ മോസ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജാവാ മോസ് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇത് കുറേയൊക്കെ ആദ്യമൊക്കെ ഉണ്ടായി നിൽക്കണതാണ് നല്ല ഭംഗിയായിരുന്നു. പിന്നെ വന്നത് ഒരു അരോചകമായി. അടിയിൽ മൊത്തം ഒരു പായ വിരിച്ച പോലെ കല്ലിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും, മൊത്തം നിറഞ്ഞത്. ഒരളവിൽ കൂടുതൽ ഈ സംഭവം ഉണ്ടായപ്പോഴേ മീനുകൾ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് ചാവുന്നുണ്ടോ എന്നൊക്കെ സംശയം. ചാവേണ്ട സംശയമല്ല, ചാവുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ ഇതിൻ്റെ ഒരു ചായ മാറ്റാൻ പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ അക്വേറിയത്തിൻ്റെ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൽ എന്താണ് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് താഴെ എഴുതി പറയുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച പോലെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടിയിൽ മീനിടണം. അപ്പോൾ 2-3 ദിവസം ഈ വെള്ളം ഇങ്ങനെ നിർത്തി വെള്ളമൊക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ മീനുകളിടുക. അപ്പോൾ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് മീനിടാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പ്ലാറ്റിക്കുട്ടന്മാർക്ക് നമ്മളൊരു പുതിയ ലോകം സൃഷ്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളവരെ ഇതിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരിപ്പോൾ ഇത്ര ദിവസം വലിയ ടാങ്കിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇതിലേക്ക് മാറ്റിയ കാരണം ഇവർക്കിനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇതിന് മുന്നേ നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ പല മോഡലിൽ അക്വേറിയം സെറ്റിയിലും മാറ്റലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നും വലിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. ഈ പ്രാവശ്യം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞത്. അതുപോലെ പ്ലാറ്റുകളുടെ കൂടെ നമ്മൾ കുറച്ച് ഷിംബു കുട്ടന്മാരെ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. അപ്പോൾ ഇവരൊക്കെ ഇനി അടിപൊളിയായിട്ട് ജീവിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അക്വേറിയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നിങ്ങൾ മുന്നിൽ എത്രയും പെട്ടെന്ന് ഇതേപോലെ ഇനി വരുന്ന പറഞ്ഞു. നമ്മൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമെങ്കിലും നമ്മളിങ്ങനെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അതിൻ്റെ ഒരു വിഷമമെന്ന് പറഞ്ഞാൽ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു വിഷമം ഞാൻ തീർക്കും എന്നോട് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.